Israel has enabled more than 40,000 aid trucks to enter Gaza. That's 500,000 tons of food. For Israel, every civilian death is a tragedy. For Hamas, it's a strategy. Well, I have a message for these protesters. When the tyrants of Tehran, who hang gays from cranes and murder women for not covering their hair, are praising, promoting, and funding you, you have officially become Iran's useful idiots. നമസ്കാരം അമേരിക്ക. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാഷിംഗ്ടൺ സന്ദർശനം, US കോൺഗ്രസിലെ പ്രസംഗം. ഒക്ടോബർ 7-ന് ശേഷം ആദ്യമായി തട്ടകം വിട്ടിറങ്ങിയ നെതന്യാഹുവിന് സഖ്യകക്ഷിയായ അമേരിക്ക നൽകിയത് തണുപ്പൻ സ്വീകരണം. സാധാരണ ഇസ്രായേൽ പ്രധാനമന്ത്രി വന്നിറങ്ങിയാൽ പരിവാരങ്ങളുമായി സ്നേഹപ്രകടനം നടത്തുന്ന അമേരിക്കയിൽ ഇത്തവണ പതിവ് തെറ്റി. വന്നിറങ്ങിയപ്പോഴേ എതിരേറ്റത് ബൈഡന്റെ പിന്മാറ്റവും കമലയുടെ സ്ഥാനാർത്ഥിത്വവും സംബന്ധിച്ച വാർത്തകൾ. നെതന്യാഹുവിന്റെ വരവ് ഒരു വാർത്തയോ ചർച്ചയോ അല്ലാതായ അവസ്ഥ. വാർത്ത മൊത്തം ബൈഡനും കമലാ ഹാരിസും കൊണ്ടുപോയത് പോകട്ടെ, ഏറെക്കുറെ അപമാനിതനായ നെതന്യാഹു കോൺഗ്രസിലും നേരിട്ടത് കടുത്ത അവഗണന. കമലാ ഹാരിസ് അടക്കം പ്രമുഖ ഡെമോക്രാറ്റുകൾ എത്തിയില്ല. എത്തിയ റിപ്പബ്ലിക്കൻസിലേറെയും പുറമേ കൈയടിച്ചെങ്കിലും ഉള്ളിൽ അമർഷം സൂക്ഷിക്കുന്നവർ. അപ്രസക്തനായോ അമേരിക്കയിൽ നെതന്യാഹു? വാഷിംഗ്ടണിലെ പൊതുസമൂഹത്തിന്റെ പ്രതിഷേധം നൽകുന്ന സൂചനകൾ എന്ത്? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. തീക്കനലായി നെതന്യാഹു. ഇന്നത്തെ എൻ്റെ അതിഥികൾ: ബഹ്റൈൻ ഹൗസിംഗ് ആൻഡ് അർബൻ പ്ലാനിംഗ് മന്ത്രാലയം സീനിയർ പ്രോജക്ട് മാനേജർ സജി മാർക്കോസ്, കൺസർവേറ്റീവ് പാർട്ടി അനുഭാവിയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഫ്ലോറിഡ ലീ കൗണ്ടി കമ്മിറ്റി അംഗവുമായ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, മാധ്യമപ്രവർത്തകൻ വർഗീസ് കോരസൻ എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്ക് ആദ്യം ശ്രീ സജി മാർക്കോസിലേക്കാണ്. ശ്രീ സജി മാർക്കോസ്, ഏതോ ഒരു സമയമല്ലാത്ത സമയത്ത് വാഷിംഗ്ടണിൽ വന്നിറങ്ങിയതുപോലെ ചിലപ്പോൾ നെതന്യാഹുവിന് തന്നെ തോന്നിക്കാണും അമേരിക്ക പഴയ അമേരിക്കയല്ല എന്നൊക്കെ. കാരണം സാധാരണ ലഭിക്കുന്ന ഒരു സ്വീകരണം, സാധാരണ ലഭിക്കുന്ന ഒരു പ്രതികരണം, അതൊന്നും ഇത്തവണ ഉണ്ടായില്ല എന്നാണ് പൊതുവായ ഒരു വിലയിരുത്തൽ. അപമാനിതനായി നെതന്യാഹു എന്ന് പറഞ്ഞവരും ഉണ്ട്. അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനം? സാധാരണ ഒരു അമേരിക്കയിൽ സന്ദർശനം നടത്തുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് കിട്ടേണ്ട സ്വീകരണം കിട്ടിയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം അപമാനിതനായി തിരിച്ചുപോയെന്നോട് പൂർണ്ണമായി യോജിക്കുകയാണ്. ആ തരത്തിൽ ഒരുപക്ഷെ അമേരിക്കൻ പൊളിറ്റിക്സിനോട് ഒരു താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാനെങ്കിലും ഇപ്പോഴത്തെ അവിടുത്തെ സെനറ്റേഴ്സ് ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒരല്പം അഭിമാനം തോന്നാകുകയില്ല. 50% താഴെയായിരുന്നു അവരുടെ അറ്റൻഡൻസ്. അതിൽ തന്നെ ഹാളിൽ കുത്തി നിറച്ച് അംഗങ്ങളല്ലാത്തവരെ നിറച്ചുകൊണ്ട് അവിടെ ഒരു പ്രകടനം തന്നെയാണ് അദ്ദേഹം നടത്തിയത്. പ്രത്യേകിച്ച് നെതന്യാഹുവിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം അവിടുത്തെ സെനറ്റർ ആയിരുന്ന ബെനി സാൻഡേഴ്സ് പറഞ്ഞ അഭിപ്രായമാണ്. അദ്ദേഹം സെനറ്റർ മാത്രമായിരുന്നില്ല, 2 പ്രാവശ്യം പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് കൂടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായ ഒരു വാർ ക്രിമിനൽ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തെന്നുള്ളതാണ്. അമേരിക്ക അങ്ങേയറ്റം അപമാനകരമായ ഒരു കാര്യമായിരുന്നു. മാത്രമല്ല, നാൻസി പെലോസി അറ്റൻഡ് ചെയ്തില്ല. കമലാ ഹാരിസ് മറ്റ് ഓക്കുപ്പൈഡ് ആയതുകൊണ്ടാണെന്ന് പറയുന്നു, നമുക്കതിനെ കുറിച്ച് അറിയില്ല. എന്തായാലും 50% ആളുകൾ അതിൽ സെനറ്റേഴ്സ് കോൺഗ്രസിൽ വന്നില്ല എന്നുള്ളത് നെതന്യാഹുവിന് നിശ്ചയമായിട്ടും അപമാനകരമായ ഒരു കാര്യമാണ്. കാരണം അമേരിക്ക മുമ്പോട്ട് വെച്ചത്, ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ മുമ്പോട്ട് വെച്ചിരുന്നു ഒരു സീസ്ഫയർ, ഇമ്മീഡിയറ്റ്ലി ഒരു സീസ്ഫയർ നടത്തുന്നതിന് വേണ്ടി, ഒരു വെടിനിർത്തം നടത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം മുമ്പോട്ട് വെച്ചിട്ട് അത് ഒരു തരത്തിലും അംഗീകരിക്കാതെ വീണ്ടും കൂട്ടക്കുരു നടത്തിക്കൊണ്ടിരിക്കുന്നതോട് അമേരിക്ക ചെയ്യേണ്ടതായ ഒരു പ്രതികരണം, അത് ഇത്ര മധുരമായി അവർ ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. അതേസമയം ഹോളിന്റെ പുറത്ത് ആയിരക്കണക്കിന് അമേരിക്കക്കാർ ഇദ്ദേഹത്തിനെതിരെ പ്രകടനം നടത്തുന്നു. അവർക്കെതിരെ പോലീസ് പെപ്പർ ഉപയോഗിക്കുന്നു. മാത്രമല്ല, ഈ ഹോളിന്റെ വെളിയിൽ നടന്ന പ്രതിഷേധമോ സെനറ്റേഴ്സ് വരാതിരുന്ന് നടത്തിയ പ്രതിഷേധത്തെക്കാളും എനിക്ക് ഏറ്റവും താല്പര്യം തോന്നിയ പ്രതിഷേധം എന്ന് പറയുന്നത് റാഷിദ താലിബ് നടത്തിയതാണ്. ആ ഹോളിനുള്ളിൽ ഇരുന്നുകൊണ്ട് ഓരോ 2 മിനിറ്റ് കഴിയുമ്പോഴും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന സെനറ്റർമാരെ, യാന്ത്രികമായി കൈയടിക്കുന്ന സെനറ്റർമാരുടെ മുമ്പിൽ ആ സീറ്റിൽ ഇരുന്നുകൊണ്ട് നീ ഒരു വാർ ക്രിമിനൽ ആണെന്ന് പറയുന്ന ഒരു പ്ലക്കാർഡും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീ അവിടെ നിന്നല്ലോ.
പണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഹിറ്റ്ലർ പ്രസംഗിക്കുന്ന സമയത്ത് എല്ലാവരും കൈ ഉയർത്തി ഹിറ്റ്ലർ സല്യൂട്ട് ചെയ്യുമ്പോൾ ഒറ്റ മനുഷ്യൻ അതിനിൽ കൈ ഉയർത്താൻ നിന്നൊരു ചിത്രം ഒരുപക്ഷെ ലോക പ്രശസ്തമായ ഒരു ചിത്രമാണ്. അതുപോലെ തന്നെ നാളെ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്നത് ഈ റാഷിദ താലിബിന്റെ, അദ്ദേഹം സെനറ്ററാണ്, അമേരിക്കൻ സിറ്റിസൺ ആണ്, പാലസ്തീൻ വംശജയാണ്. അവരും അതിനകത്ത് ഹാളിനകത്ത് പ്രതിഷേധവുമായിരുന്നു. അനേക കാര്യങ്ങൾ പുറത്തുണ്ടായിരുന്നു. അങ്ങനെ എന്തുകൊണ്ട് ബൈഡൻ കണ്ടില്ല, നേരിട്ട് കണ്ട് അവിടെ വന്നില്ല എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. അതിന് കൃത്യമായ കാര്യങ്ങളെല്ലാം ഏതായാലും ഇവരാ പോയി കണ്ടിരുന്നു. പക്ഷേ കണ്ടതിന് ശേഷം കമല ഹാരിസ് കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഗസയിൽ വെടിനിർത്തൽ ആവശ്യമാണ്, ഞാനിത് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് അവരും പറഞ്ഞിരിക്കുന്നു. അപ്പം ഏത് നേരത്തിൽ നോക്കിയാലും ഊഷ്മളമായൊരു സ്വീകരണം അമേരിക്കൻ ജനതയോ സെനറ്റർമാരോ നെതന്യാഹുവിന് നൽകിയില്ല. പകരം സാധാരണ പറയുന്ന പോലെ തന്നെ കോൺഗ്രസിനകത്ത് എന്താണോ നെതന്യാഹു പൊതുവിൽ പറയാറുള്ളത്, അത്തരത്തിലുള്ള രക്തദാഹിയായ ഒരു രാഷ്ട്രീയക്കാരന്റെ എല്ലാ സ്വഭാവം കാണിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ സംസാരിച്ചു. പതിവ് പറയുന്ന പോലെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഹോളോകോസ്റ്റിനെ കുറിച്ച് 7 പ്രാവശ്യം ഹോളോകോസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ആന്റി സെമിറ്റിസത്തെ കുറിച്ച് പറഞ്ഞു. സാധാരണ ഇദ്ദേഹം പറയുന്നതിൽ വ്യത്യസ്തമായി ചരിത്രത്തിൽ മറന്നുപോയ ഒരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞു. ബ്ലഡ് ലൈബലിനെ കുറിച്ച് പറഞ്ഞു. ബ്ലഡ് ലൈബൽ എന്ന് പറയുന്നത് പെസഹ ദിവസം യഹൂദന്മാർ കുട്ടികളെ കൊന്ന് അവിടെ രക്തം കൊണ്ടാണ് പെസഹ ആചരിക്കുന്നതെന്ന് പറയുന്ന അതിഹീനമായ, ഒരുപക്ഷെ യഹൂദന്മാർ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഹീനമായ ഒരു ആരോപണമായിരുന്നു യൂറോപ്പിൽ നിന്ന് അവർ കേട്ടത്. അതിലൊരു സത്യവുമില്ലാത്തതായിരുന്നു. പക്ഷെ അത് ചരിത്രത്തിൽ മറന്നുപോയൊരു കാര്യമായിരുന്നു. അതും അദ്ദേഹം ഇന്നലെ അവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടെ പറഞ്ഞു. പക്ഷെ അന്ന് യഹൂദന്മാർ യൂറോപ്പിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നത് അത് അറബുമായോ ഇസ്ലാമുമായോ ഒരു ബന്ധമല്ല. ക്രിസ്ത്യൻ സമൂഹവും ക്രിസ്ത്യൻ ഭരണകൂടവുമാണ് ബ്ലഡ് ലൈബൽ എന്നൊരു കുറ്റം യഹൂദന് മേൽ ആരോപിച്ചത്. അതിന് പേര് അവർ ധാരാളം പീഡിപ്പിക്കപ്പെടും. ഒത്തിരി പേര്, പ്രത്യേകിച്ച് കിഴക്കൻ യൂറോപ്പിലൊക്കെ ഒത്തിരി പേര് കൊല്ലുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ബ്ലഡ് ലൈബൽ എന്ന് പറയുന്ന കുറ്റത്തിന് അർഹരാണ് യഹൂദന്മാർ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. 15,000-ലധികം വരുന്ന കുട്ടികളെ അവർ ഗാസയിൽ കൊന്നുകളഞ്ഞിരിക്കുകയാണ്, നിരപരാധിക കുട്ടികൾ. അവർക്ക് ഹമാസുമല്ല, അവർക്ക് രാഷ്ട്രീയം അറിയില്ല, അവർ വളർന്നു വരേണ്ട കുട്ടികളാണ്. അതുകൊണ്ട് ബ്ലഡ് ലൈബൽ എന്ന് പറയുന്ന ഒരു കുറ്റം കൂടി ഞങ്ങൾ ഇരകളാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി നെതന്യാഹു പറഞ്ഞു. പക്ഷേ അത് ഇരുതലയുള്ള ഒരു വാളായി നിലനിൽക്കുകയാണ്. ആ കുറ്റം അദ്ദേഹത്തിന്റെ യഹൂദ സമൂഹത്തിന്റെ മേൽ ഇസ്രായേൽ ഗവൺമെന്റിന് മുമ്പിൽ ഇന്ന് ആരോപിക്കപ്പെടാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട്. വീണ്ടും ഒരു യുദ്ധകാഹളം മുഴക്കുന്ന ഒരു പ്രസംഗവും അദ്ദേഹം ആ കോൺഗ്രസിൽ നടത്തിയെന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കന്റെ ചരിത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങേയറ്റം അപഹാസ്യമായ ഒരു കാര്യമായി പോയി. അദ്ദേഹത്തിന് ഒരു ഊഷ്മളമായ സ്വീകരണം കിട്ടിയില്ല. അത്തരത്തിൽ അമേരിക്ക ഇടപെട്ടതിനകത്ത് സത്യം പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അല്പം സന്തോഷമില്ലായില്ല. താങ്ക് യു ശ്രീ സജി മാർക്കോസ്. ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, ഇപ്പോൾ ഈ നെതന്യാഹുവിന്റെ അമേരിക്കൻ കോൺഗ്രസിലെ ആ ഒരു പ്രസംഗത്തിൽ തന്നെ ചില കോൺട്രഡിക്ഷൻസ് ഉണ്ടല്ലോ. ഒരു വശത്ത് ഈ ഹമാസ് ഒന്നുമല്ല, ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച അദ്ദേഹം തന്നെ പറയുന്നു പ്രോക്സീസ് ഓഫ് ഹമാസ് എന്നാണ് ഈ പ്രൊട്ടസ്റ്റേഴ്സിനെ വിളിച്ചത്. മറ്റൊന്ന് ഇഡിയറ്റ്സ് ഓഫ് ഇറാൻ നമ്മൾ മാറ്റി നിർത്തിയാലും ഈ പ്രോക്സീസ് ഓഫ് ഹമാസ് എന്ന് പറയുമ്പോൾ ഹമാസിന്റെ പ്രോക്സീസിന് ക്യാപിറ്റോൾ ഹില്ലിൽ ഇത്ര വലിയൊരു പ്രതിഷേധം നടത്താനുള്ള ശേഷിയുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു കൊടുക്കുക തന്നെയല്ലേ ചെയ്യുന്നത്? എന്താണ് ആ പ്രസംഗം നൽകുന്ന സൂചന? താങ്ക് യു സോ മച്ച് ക്രിസ്റ്റീന ഫോർ ഹാവിംഗ് മീ. ഈ ക്രിസ്റ്റീന ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വൈറ്റ് ഹൗസിന്റെ മുമ്പിലും US ക്യാപിറ്റോളിന്റെ ഉള്ളിലും അമേരിക്കൻ ഫ്ലാഗ് ഇട്ട് കത്തിക്കാവുന്ന അതിനുള്ള ലീഗ് പ്രൊട്ടക്ഷൻ ഉള്ള രാജ്യമാണ്. ഇവിടെ ആർക്ക് വേണമെങ്കിലും പൊളിറ്റിക്കലായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ആർക്ക് വേണമെങ്കിലും വരാം, ആർക്ക് വേണമെങ്കിലും അമേരിക്കയുടെ ഫ്ലാഗ് കത്തിക്കാം. ഇസ്രായേലിന്റെ ഫ്ലാഗ് അല്ല, അമേരിക്കയുടെ ഫ്ലാഗ് തന്നെ കത്തിക്കാം. അത്രയും സ്വാതന്ത്ര്യമുള്ള രാജ്യത്തിലെ ഈ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന സാധനം. റിപ്പബ്ലിക്കൻസും കൺസർവേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരും ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന സാധനം സ്വാതന്ത്ര്യമാണ്. ഇപ്പോ ഇവർക്ക് അവിടെ കയറി പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടാവുക എന്നുള്ളത് എല്ലാ അമേരിക്കക്കാരുടെയും ആവശ്യമാണ്. ആ സ്വാതന്ത്ര്യമാണ്, ആ ലിബർട്ടിയാണ് അമേരിക്ക ഏറ്റവും മുൻപിൽ വിളിക്കുന്ന ഒരു ആശയം. അപ്പോ ഇവിടെ കയറിയ ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്തതുകൊണ്ട് അതിന്റെ അർത്ഥം, ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം പറഞ്ഞതുപോലെ തന്നെ, നമ്മുടെ നാട്ടിൽ ബസ് കത്തിക്കുന്ന പിള്ളേരല്ലല്ലോ നമ്മുടെ നാട്ടിലെ പോളിസി തീരുമാനിക്കുന്നത്. നമ്മുടെ നാട്ടില് വയലൻസ് ഉണ്ടാക്കിയ കമ്മ്യൂണിസ്റ്റുകാരോ നക്സലൈറ്റ് ആക്രമണം നടത്തിയ നക്സലൈറ്റുകളോ അല്ല കേരളത്തിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം സജി ഇവിടെ വളരെ ആക്രോശിച്ചു, വളരെ വളരെ ഗംഭീരമായിട്ട് ആക്രോശിച്ചു നെതന്യാഹുവിന്റെ കൂടെ നിന്ന നേതാക്കളെ പറ്റി. ആരൊക്കെയാണ്? ബേർണി സാൻഡേഴ്സ്. ഈ ബേർണി സാൻഡേഴ്സ് കഴിഞ്ഞ 50-60 കൊല്ലമായിട്ട് അമേരിക്കൻ ഫ്ലാഗ് കത്തിച്ച് നടക്കുന്ന മനുഷ്യനാണ്. ഈ കോൾഡ് വാർ ഏറ്റവും മൂർധന്യത്തിൽ നിന്ന സമയത്ത്, അമേരിക്കയും റഷ്യയും തമ്മിലുള്ള പ്രശ്നം ഏറ്റവും മൂർധന്യത്തിൽ നിന്ന സമയത്ത് ഹണിമൂൺ ആഘോഷിക്കാൻ മോസ്കോയിൽ പോയ വ്യക്തിയാണ് ബേർണി സാൻഡേഴ്സ്. ഞാൻ ഒബാമേനെ വോട്ട് ചെയ്ത് ഡെമോക്രാറ്റ് സപ്പോർട്ടർ ആയിരുന്ന മനുഷ്യനാണ്. ഞാനൊക്കെ എന്തുകൊണ്ട് അവിടെ നിന്ന് പോയത്? ബിക്കോസ് അവർ ഈ ബേർണി സാൻഡേഴ്സിനെ പോലുള്ള ആൾക്കാരെ അങ്ങോട്ട് അഡോപ്റ്റ് ചെയ്തു ഡെമോക്രാറ്റ്സ് ആയിട്ട്. അപ്പൊ ഈ ബേർണി സാൻഡേഴ്സ് എന്ന് വെച്ചാൽ ഒരു കമ്മിയാണ്. നമ്മൾ സാധാരണ മലയാളി ഭാഷ പറഞ്ഞാൽ വെറും ഒരു കമ്മിയാണ്, കമ്മ്യൂണിസ്റ്റ്. അതായത് പൈസ ഉള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ച്
പാവങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു യൂട്ടോപ്പിയൻ കമ്മ്യൂണിസ്റ്റ് പ്രിൻസിപ്പിളിനെ ഇപ്പോഴും മുറുകെ പിടിക്കുന്ന വ്യക്തിയാണ് ബേണി സാൻഡേഴ്സ്. ആ ബേണി സാൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആർക്കെന്തും മാങ്ങത്തിലാണ്, വെറും റെഗുലർ ഭാഷയിൽ പറഞ്ഞാൽ. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുമോ ബേണി സാൻഡേഴ്സ് സെനറ്ററാണ്, റഷീദ തലീബ് സെനറ്ററാണ്. നാളെയുടെ അമേരിക്കയിൽ ഒരു ആറ്റം ബോംബ് വീണ് അമേരിക്ക നശിച്ചു എന്ന് കേട്ടാൽ മിഷിഗണിലിരുന്ന് സന്തോഷിക്കുന്ന വ്യക്തിയാണ് റഷീദ തലീബ്. റഷീദ തലീബ് ഇപ്പൊ അമേരിക്കയുടെ ഫ്രണ്ട് അല്ല. യെസ്, കോൺഗ്രസ് വുമൺ ആണ്, അംഗീകരിക്കുന്നു. അതെങ്ങനെ? ബിക്കോസ് ഈ ഫ്രീഡം അമേരിക്കയിൽ ഉള്ളതുകൊണ്ട്. റഷീദ തലീബ് അല്ല അമേരിക്കൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അമേരിക്കയുടെ അഭ്യുന്നതിയിലോ അമേരിക്കയുടെ മുൻപോട്ടുള്ള പോക്കിലോ അമേരിക്കയുടെ വേൾഡ് ലീഡർഷിപ്പിലോ വളരെ അഭിമാനമുള്ള ഒരു കോൺഗ്രസ് വുമൺ അല്ല റഷീദ തലീബ്. കമല ഹാരിസ് ഇവിടെയുള്ള ഇതുവരെ നടന്ന അവരുടെ പ്രകടനങ്ങൾ വെച്ചുകൊണ്ട് ഏറ്റവും ലിബറൽ ആയിട്ടുള്ള, അതായത് അമേരിക്കൻ സെനറ്റിലെ ഏറ്റവും ലിബറൽ സെനറ്റർ എന്ന പിന്നീട് വർഷങ്ങൾ ആയിട്ട് ലേബൽ നേടിയിട്ടുള്ള ആളാണ് കമല ഹാരിസ്. ഇവരൊക്കെയാണ് നെതാന്യാഹുവിനെതിരായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതല്ല അമേരിക്കയുടെ ശബ്ദം. അമേരിക്കയുടെ ശബ്ദം നിങ്ങൾ കേൾക്കാനിരിക്കുന്നേ ഉള്ളൂ നവംബറിൽ. സോ ഈ പിള്ളേരെല്ലാം മിസ്ഗൈഡഡ് യൂത്ത് ആണ്. ദേ ഡോണ്ട് നോ. അമേരിക്കയിലെ യൂത്ത് മിസ്ഗൈഡഡ് ആണ് ഇൻ സോ മെനി വേസ്. പൊളിറ്റിക്സ് മാത്രമല്ല, വേറെ പല രീതിയിലും. ജീവിക്കാൻ അറിയാത്ത, പൈസ സ്പെൻഡ് ചെയ്യാൻ അറിയാത്ത, ടെക്നോളജി പഠിക്കാൻ താല്പര്യമില്ലാത്ത ഇവിടുത്തെ ഈ മിസ്ഗൈഡഡ് യൂത്ത്, അതായത് ഈ ലാക്ക് ഓഫ് ഫാമിലി വാല്യൂസ് ആണ് അമേരിക്കയിലെ യൂത്തിനെ ഇങ്ങനെ മിസ്ഗൈഡഡ് ആക്കുന്നത്. ഈ മിസ്ഗൈഡഡ് യൂത്തിനെ ആർക്ക് വേണമെങ്കിലും പ്രോക്സി സൈഡ് എടുക്കാം. നമ്മുടെ നാട്ടിൽ 100 രൂപയ്ക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കാനും ഫ്ലാഗ് കത്തിക്കാനും പോകുന്ന ആൾക്കാരെ പോലെ തന്നെയാണ് അമേരിക്കയിലെ യൂത്തും. അവർ വെളുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ ഈ യൂത്തിനെ എവിടെ വേണേലും നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു ആയുധമാണ് രാഷ്ട്രീയക്കാർക്ക്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡെമോക്രാറ്റ് പാർട്ടി വളരെ ഗംഭീരമായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതിനെപ്പോലെയുള്ള പ്രകടനങ്ങൾ കണ്ടിട്ട് ബഹ്റിനിൽ ഇരുന്നുകൊണ്ട് സജി മാർക്കോസ് ആക്രോശിച്ചാൽ അമേരിക്കയുടെ നിറമൊന്നും മാറാൻ പോകുന്നില്ല. പറയുന്ന അഭിപ്രായങ്ങൾ അങ്ങയുടെ മാത്രം പരാമർശങ്ങളും അഭിപ്രായങ്ങളുമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ മിസ്ഗൈഡഡ് യൂത്ത് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഉദാത്തമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആ യൗവനങ്ങളെയും ലോകത്തിന്റെ തന്നെ വിധി മാറ്റിമറിച്ച പല യൗവനങ്ങളെയും ഒക്കെ നമ്മൾ അങ്ങനെ തന്നെ വിളിക്കേണ്ടി വരും. എന്തായാലും രണ്ടാം ഘട്ടത്തിൽ എന്താണ് ഹമാസ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഹമാസ് റെപ്രസെന്റ് ചെയ്യുന്നത് ലാക്ക് ഓഫ് ലിബർട്ടീസ്, ലാക്ക് ഓഫ് ഫ്രീഡം. സ്ത്രീകളെ പർദ്ദയിട്ട് സ്ത്രീകൾക്ക് ഫ്രീഡം ഇല്ലാണ്ടിരിക്കുക. കൊച്ചുങ്ങളുണ്ടാവാൻ പറഞ്ഞാൽ കൊച്ചുങ്ങളുണ്ടാക്കുന്ന മെഷീൻമാരുടെ മാത്രമായിട്ട് സ്ത്രീകളെ മാറ്റുക. 1600-2000 വർഷം മുമ്പുള്ള ചരിത്രം വീണ്ടും നടപ്പാക്കാൻ ശ്രമിക്കുക. അത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഹമാസിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഒരു അമേരിക്കൻ യൂത്ത്, ദേ ആർ മിസ്ഗൈഡഡ്. നമുക്ക് അടുത്ത ഘട്ടത്തിൽ ശ്രീ സജി മാർക്കോസിന്റെ മറുപടി കൂടെ കേട്ടിട്ട് ബാക്കി പറയാം. ശ്രീ വർഗീസ് കോരസൻ. സജി മാർക്കോസ് ഈസ് എ മിസ്ഗൈഡഡ് മലയാളി ഇൻ ബഹ്റൈൻ. അത് അങ്ങയുടെ മാത്രം പരാമർശമാണ് ശ്രീ വർഗീസ് കോരസൻ. ഇപ്പോ ജോ ബൈഡന്റെ ഒരു ഇസ്രായേലിനോടുള്ള ഒരു മനോഭാവം ഉണ്ടല്ലോ, തികഞ്ഞ ചങ്ങാത്തമുള്ള ഒരു മനോഭാവം. പക്ഷെ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തയായ കമലാ ഹാരിസിന്റെ ചില പരാമർശങ്ങൾ വരുന്നു. അതിനെതിരെ ഇസ്രായേലിന്റെ മന്ത്രിമാരടക്കം പ്രതികരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു നയംമാറ്റം അമേരിക്കയ്ക്ക് ഉണ്ടാവുന്നുണ്ടോ ഇസ്രയേലുമായി ബന്ധപ്പെട്ട്? മറ്റൊന്ന്, മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് മൊത്തം നോക്കിയാൽ തന്നെ അമേരിക്കയുടെ ഒരു നയമാറ്റത്തിനൊരു സാധ്യത അങ്ങ് കാണുന്നുണ്ടോ? ഈ ഒരു സന്ദർശനവുമായി കണക്ട് ചെയ്ത് നമുക്ക് എന്ത് വായിച്ചെടുക്കാം? നയമാറ്റം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എന്റെ ടേക്ക്. ആക്ച്വലി ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സ്പീച്ച് പറ്റി പറയുമ്പോൾ ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. സ്പീച്ച് ഞാൻ പല പ്രാവശ്യം കേട്ടു. കാരണം അതിന്റെ റിയൽ ടൈമിൽ തന്നെ കേട്ടു. അതിനുശേഷം 1-2 പ്രാവശ്യം കൂടെ കേട്ടു. വെരി ഫിയറി സ്പീച്ച്. ഹി മേഡ് എ പോയിന്റ് ആൻഡ് ഹി പ്രസന്റഡ് ഹിസ് കേസ്. വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ പ്രകടിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അതിൽ വളരെ വിജയിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. കോൺഗ്രസിലെ ആൾക്കാർ ആബ്സെന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു റെപ്രിക്കഷനാണ്. ആ സ്പീച്ചിന്റെ എഫക്റ്റ് ആണ് ആൾക്കാർ അവിടെ ഇരിക്കാതെ പോയതും വെളിയിലെ പ്രൊട്ടസ്റ്റ് ചെയ്തതും. അത് മീഡിയ ഏറ്റെടുത്തതും അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ വരുന്നതും ആ സ്പീച്ചിനെ പറ്റിയുള്ള അതിന്റെ ആഴമാണ്, അല്ലെങ്കിൽ അതിന്റെ ഡെപ്ത് ആണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ നോക്കുവാണെങ്കിൽ ആ സ്പീച്ച് വളരെ സ്ട്രോങ് ആയിരുന്നു. അമേരിക്കയുടെ എല്ലാ ഭാഗങ്ങളിലും അതിന്റെ പ്രതിധ്വനി ഇന്നും പ്രതിധ്വനിക്കുന്നുണ്ട്. എല്ലാ മീഡിയയും ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ അതൊരു സിനിക്കൽ ആൻഡ് മാനിപ്പുലേറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അങ്ങനെയാണ് എന്ന് നമുക്ക് വിലയിരുത്താനായിട്ട് പറ്റും. കാരണം അതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്, പുള്ളിയുടെ തീം എന്ന് പറയുന്നത് മോഡേൺ സൊസൈറ്റി വേഴ്സസ് ബാർബറിക് ട്രൈബൽ തിങ്കിങ് എന്നുള്ള ഒരു ഫിനോമിന കൊണ്ടുവരും. അപ്പൊ ആ രീതിയിൽ നോക്കുവാണെങ്കിൽ ഇന്നത്തെ മോഡേൺ സൊസൈറ്റി അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ട്രൈബൽ തിങ്കിങ്. ഈ ട്രൈബൽ തിങ്കിങ് ഉള്ളതുകൊണ്ട് ഈ ഒരു
പുതിയ കമ്മ്യൂണിറ്റിക്ക് ലോകത്തോട്ട് മുമ്പോട്ട് പോകാനായിട്ട് വളരെയധികം പ്രയാസമുണ്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ എല്ലാ ലോകത്തിലെയും എല്ലായിടത്തെയും പ്രശ്നങ്ങൾ അതിന്റെ റൂട്ട് കോസ് അതാണ്. അപ്പം എന്തായാലും ഒരു നയമാറ്റം ഉണ്ടായേ പറ്റുള്ളൂ. ബൈഡന്റെ പോളിസി അനുസരിച്ചിട്ട് ബൈഡന് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ഇസ്രയേലിനെ ആംസ് സപ്ലൈ ചെയ്യുകയും വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ അമേരിക്ക ഏറ്റെടുക്കുകയും ചെയ്തു. ഒരിക്കലും ഇസ്രായേലിനെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു അമേരിക്കൻ നിലപാട് ഏത് പ്രസിഡന്റ് ഉണ്ടായാലും, ഈവൻ കമലാ ഹാരിസ് ആയാലും ട്രംപ് ആയാലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു പ്രോ ഇസ്രായേലി മൂവ്മെന്റ് പൊതുവെ അമേരിക്കയിലുണ്ട്. പക്ഷെ പ്രൊട്ടസ്റ്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് പ്രൊട്ടസ്റ്റ് ഉണ്ടാകുന്നത് വെച്ചാൽ അത് ചിന്തിക്കാൻ കഴിയാത്ത കുട്ടികളുള്ളതല്ല. എൻ്റെ മക്കളും ഈ ട്രംപിന് വോട്ട് ചെയ്യണമെന്ന് ശക്തമായിട്ട് വാശി പിടിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ വീട്ടിൽ വരുന്ന യഹൂദ കുട്ടികളുണ്ട്. അവരൊക്കെ ഇസ്രായേലിന്റെ നിലപാടിനെതിരായിട്ട് സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം ദേ ആർ ജ്യൂസ്. അവരും പറയുന്നുണ്ട് ഈ ഇസ്രായേലിന്റെ കടുത്ത നിലപാടുകൾ തെറ്റാണ്, അവർ കാണിക്കുന്നതൊക്കെ വളരെ മോശമാണെന്ന് പറയുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ അവരോട് ചോദിച്ചു, നിങ്ങൾ യഹൂദരായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഈ രീതിയിൽ സംസാരിക്കുന്നു ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വി ആർ ജ്യൂസ് ബട്ട് വി നോ വാട്ട്സ് ഹാപ്പനിങ് ദെയർ. അവിടെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടായി പറ്റുള്ളൂ. ഈ കുട്ടികളെ അവർ കാണുന്ന നമ്മൾ കാണുന്ന ഈ മീഡിയ, പൊതുവിൽ കാണുന്ന മീഡിയ അല്ല, അവിടുന്ന് ഒരു വാട്സപ്പും മറ്റു രീതിയിലുള്ള മെഗാ മീഡിയയിൽ കൂടെ അവരറിയുന്ന ഈ ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് അവർ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും, അവരുടെ അവിടുത്തെ നിരാലംബരായ ആൾക്കാർക്ക് വേണ്ടിയിട്ടും, കുട്ടികളെ അവരുടെ ജീവന് വേണ്ടിയാണ് അവർ പരിതപിക്കുന്നത്. ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ പ്രൊട്ടസ്റ്റ് ഉണ്ടാകുന്നത് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അത് ഇസ്രായേലിനെതിരല്ല. അത് പറയണത് അവരുടെ ജീവൻ നിലനിർത്താൻ. എന്നാൽ ഒരു സീസ് ഫയർ ഈസ് നോട്ട് എ സൊല്യൂഷൻ. ആ ഒരു കാര്യം കൂടി എനിക്ക് പറയാം. ഒരു ഇമ്മീഡിയറ്റ് സീസ് ഫയർ ഈസ് നോട്ട് അറ്റ് ഓൾ എ സൊല്യൂഷൻ. ഒരു അർബൻ കോൺഫ്ലിക്റ്റ് നടക്കുമ്പോൾ ഒരു സിവിലിയൻ കാഷ്വാലിറ്റീസ് ഹെവി ആയിട്ട് പോകുന്ന ഒരു കാലത്ത് ഒരു ദിവസം അബ്രപ്റ്റ് ആയിട്ട് ഒരു സീസ് ഫയർ കൊണ്ടുവരിക എന്ന് പറയുന്നത് നടക്കില്ല. ഒരു ഡയലോഗാണ് വേണ്ടത്. ഇപ്പോഴും ഡയലോഗിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഹമാസാണ്. അവർ ഹെസ്ബുള്ളയുടെ റൂട്ട് പോസ്റ്റിലുള്ള അവർക്ക് ഒരിക്കലും സമാധാനം അവർ പ്രതീക്ഷിക്കുന്നില്ല. അവർക്ക് എപ്പോഴും കോൺഫ്ലിക്റ്റ് വേണം. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാത്മാഗാന്ധിയെ പറ്റി യഹൂദന്മാർ സാധാരണ അധികം പറയാറില്ല. കാരണം നോൺ വയലൻസ് ആ ഒരു രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട്, ആ ഒരു മൂവ്മെന്റ്, ഒരു നെഗോഷിയേഷൻസ് ഉണ്ടെങ്കിൽ ഈ പാലസ്തീനികളുടെ കാര്യങ്ങൾക്ക് വളരെയധികം ഒരു ശക്തമായിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ഉണ്ടാകാനായിട്ട് സാധിക്കും. പക്ഷെ അത് ഉണ്ടാകാനായിട്ട് സമ്മതിക്കില്ല. ആരാണ് സമ്മതിക്കാത്തത്? ഈ ഹെസ്ബുള്ളയാണ്. ഈ പലസ്തീനിയൻസിന്റെ റൈറ്റ് ആരുടെ ഉത്തരവാദിത്തമാണ്? ഹെസ്ബുള്ളയുടെ ഉത്തരവാദിത്തമാണ്. വൈ ദി പലസ്തീനിയൻസ് ആർ ഗിവിംഗ് ദി റൈറ്റ് ടു ദി ഹെസ്ബുള്ള? അതൊരു ഏറ്റവും വലിയ ചോദ്യമാണ്. കാരണം റിയൽ ആയിട്ടുള്ള പലസ്തീനികൾക്ക് അവർക്കൊരു സെറ്റിൽമെന്റ് ഉണ്ടാണെങ്കിൽ, അവരുടെ രാജ്യത്ത് സമാധാനം ഉണ്ടെങ്കിൽ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഉണ്ടാകണമെന്നുള്ളതാണ് അമേരിക്കയുടെ ആഗ്രഹം. അങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു നെഗോഷിയേഷൻ വേണം. ആ നെഗോഷിയേഷൻ വരാൻ ഒരിക്കലും സമ്മതിക്കില്ല. ആ ഒരു പോയിന്റ് വന്നപ്പോഴാണ് ഒക്ടോബർ 7 അവർ റിവോൾട്ട് ഉണ്ടായത്. വളരെ അതിപ്രധാനമുള്ള ഒരു വിഷയം സംസാരിക്കുമ്പോൾ കഴിയുന്നിടത്തോളം നമ്മൾ വ്യക്തിപരമായ ആ വിഷയങ്ങളിലോട്ട് ചർച്ച പോകാതിരിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. ഞാൻ ആ പറഞ്ഞതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നു. അതിന് വിൻസെന്റ് പ്രായം വെച്ചിട്ട് ഇല്ലാത്ത ഒരു പ്രശ്നം വിൻസെന്റ് ഉണ്ട്. അതിന് നമ്മളൊക്കെ പറയുന്നത് അമ്മാവൻ സിൻഡ്രോം എന്ന് പറയും. ഈ പുതിയ തലമുറയോടുള്ള പുച്ഛം, അവർക്ക് കാര്യങ്ങളെ കുറിച്ച് ധാരണയില്ല എന്നുള്ളത്, അവർക്ക് നീതിബോധമില്ല എന്നുള്ളത്, അവർ നല്ല രീതിയിൽ വളർത്തപ്പെടുന്നില്ല, ഫാമിലി വാല്യൂസ് അവർക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു അമ്മാവൻ സിൻഡ്രോം. അതിൽ നിന്ന് പുറത്തു കിടക്കുക എന്നുള്ളത് അത്ര ഈസി ഒന്നുമല്ല. അതൊരു പൊതുബോധത്തിൽ നിന്ന് പുറത്തു കിടക്കണം. അതിന് കുറെ അധ്വാനിക്കേണ്ടി വരും. ഞാൻ കാണുന്നത് പുതിയ തലമുറയെ സംബന്ധിച്ച് ലോകത്തിലെ എല്ലാ വിപ്ലവങ്ങളും നടന്നിരിക്കുന്നത് വിദ്യാർത്ഥികളിൽ നിന്ന്, യുവതലമുറയിൽ നിന്നും, അവിടെ നിന്ന് പിന്നെ മറ്റുള്ളവർ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അവർ അങ്ങേയറ്റം സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഇന്ന്. അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരണയില്ലെന്നൊക്കെ വിചാരിക്കുന്നത് ഭയങ്കര തെറ്റാണ്. ഇപ്പം നമ്മുടെ സഹ പാനലിസ്റ്റ് പറഞ്ഞല്ലോ, അവിടെ അവർ ഈ BBC, CNN, വാഷിംഗ്ടൺ പോസ്റ്റും ജെറുസലേം പോസ്റ്റും മാത്രമല്ല അവർ കാണുന്നത്. അവർ വാട്സപ്പിൽ നിന്ന് വരുന്നത് ഇപ്പൊ ബേത്സാലേം പോലുള്ള യഹൂദന്മാർ നടത്തുന്ന സൈറ്റുകളുണ്ട്. അവര് റിയൽ ടൈമായിട്ട് അവിടെ നടക്കുന്ന സംഭവങ്ങളെ, അതിക്രമങ്ങളെ ഒക്കെ ഷൂട്ട് ചെയ്ത് അത് ജനങ്ങളുടെ കയ്യിലോട്ട് എത്തുന്ന ഒരു കാലഘട്ടത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നതും നമ്മൾ പണ്ട് എഴുതി വെച്ചതും അത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മളുടെ മീഡിയാസ് പറയുന്നതും ഒന്നും മാത്രമാണ് കുട്ടികൾ കേൾക്കുന്നതെന്നും മനസ്സിലാക്കുന്നതെന്നും അവർക്ക് അതിനെക്കുറിച്ച് ധാരണയില്ലെന്നും വിചാരിക്കുന്നതിന്റെ പേരാണ് അമ്മാവൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അതിനുള്ള പ്രായം സേവിയറിന് ഇല്ല കേട്ടോ. എങ്കിലും അദ്ദേഹം ഞാൻ അദ്ദേഹത്തോട് വഴിതെറ്റിപ്പോയെന്ന് പറയുന്നില്ല. വ്യക്തിപരമായ ആരോപണം നമുക്ക് അവിടെ നിർത്താം. നമുക്ക് ഈ വിഷയത്തിലോട്ട് വരാം. ഇപ്പൊ നെതന്യാഹു പ്രസംഗിച്ചത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. 1941 വിൻസെന്റ് ചർച്ചിൽ ഒരിക്കൽ അമേരിക്കൻ പ്രസിഡന്റ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. റൂസ്വെൽറ്റ് ആയിരുന്നു അന്നത്തെ പ്രസിഡന്റ് ചോദിച്ചു. അതായത് നാസി ഏതാണ്ട് ചുറ്റുവട്ടത്തുള്ള എല്ലാ രാജ്യങ്ങളും ഒന്ന് കീഴടക്കിയ സമയത്ത് അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്: ഗീവ് us tools and we will finish the job.
ഇതിന് ഇന്ന് അവിടെ വെച്ച് തന്നെ, അതായത് അപ്പോ എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും ബ്രിട്ടനിലെ ജനങ്ങൾക്ക് ഭയമായിരുന്നു. ഏത് നിമിഷവും നാസികൾ വന്ന് ബ്രിട്ടൻ കൈയടക്കുമെന്ന് പറഞ്ഞപ്പോ അമേരിക്കയോട് പറഞ്ഞാണ് ഗീവ് us ടൂൾസ്. ഇന്ന് അതിനൊരു ചെറിയ ഒരു ഇംപ്രവൈസേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ്, ഗീവ് us ടൂൾസ് ഫാസ്റ്റർ, വി വിൽ ഫിനിഷ് ദ ജോബ് ഫാസ്റ്റർ. എന്താ ഫിനിഷ് ചെയ്യുന്ന ജോബ് എന്നറിയാവോ? ഈ 15,000 പിള്ളേരെ കൊന്നതിന് വീണ്ടും എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. അതിന് അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ തരണമെന്ന് ഒന്ന് ആലോചിക്കുക. ഇവിടെ ഈ ഒരു സമയത്ത് സേവർ കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പാലസ്തീനുള്ള അഭയാർത്ഥികളെ നോക്കുന്ന യുണൈറ്റഡ് നേഷൻസിന്റെ UNRWAയ്ക്ക് അമേരിക്ക കൊടുക്കുന്നത് $343 മില്യൺ ഒരു വർഷം കൊടുക്കുന്നത്. $343 മില്യൺ. അതേസമയം അമേരിക്ക ഇസ്രയേലിന് ആയുധ സഹായം കൊടുക്കാൻ വേണ്ടി $14.2 ബില്യൺ. അതായത് ആഹാരവും വസ്ത്രവും പാർപ്പിടവും കൊടുക്കുന്നതിന് 47 ഇരട്ടി ആയുധം, അവരെ കൊന്നുകൊടുക്കാൻ ആയുധം കൊടുക്കുന്ന ഒരു രാജ്യമാണ്. എന്നിട്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇതിനൊരു വംശഹത്യയുടെ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ ദിവസം ഈ $343 മില്യൺ അമേരിക്ക ഒറ്റയടിക്ക് നിർത്തുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവർ മൂക്കും വായും പൊത്തിപ്പിടിച്ച് ഇവർക്ക് ആഹാരവുമില്ല, വെള്ളവുമില്ല, വസ്ത്രവുമില്ല, ഇവർക്ക് ജോലിയുമില്ല. ആ നിലയിലേക്ക് ഇവരെ തള്ളിവിടുന്ന ഒരു സമീപനം. അത്തരത്തിലുള്ള അതെന്തൊരു രാജ്യമാണത്? നിങ്ങൾ കൂടി പ്രതിനിധീകരിക്കുന്ന ഒരു രാജ്യമാണത്. 14.2 ബില്യൺ ആണ് എന്നിട്ട് ആയുധങ്ങൾ കൊടുക്കുന്നത് ഇസ്രായേലിന് വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 47 ഇരട്ടിയാണ് കൊല്ലാനുള്ള ആയുധങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ ഈ വിഷയങ്ങളെല്ലാം നമ്മള് വ്യക്തിപരമായ ഒരു ആരോപണത്തിൽ കാണേണ്ട ഒരു വിഷയമല്ല. ഇതിനപ്പുറത്ത് അവിടെ ജീവിക്കാൻ ആവശ്യമായ മനുഷ്യർക്ക് വേണ്ടി ഇന്ന് നെതന്യാഹു പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. 3000 കാലറി അവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കുള്ള ഫുഡ് ഞങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന്. ഏത് യുണൈറ്റഡ് നേഷൻസും അമേരിക്കയും പറഞ്ഞതാണ് അവിടെ പട്ടിണി എന്ന് പറയുന്ന ഒരു ആയുധമാണ്. അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ആയുധം അവിടുത്തെ വെടിയുണ്ടകളോ മിസൈലുകളോ ആയിരുന്നില്ല, പട്ടിണിയായിരുന്നു. ഇപ്പോഴും അവിടെ പട്ടിണി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നെതന്യാഹു പറയുന്നത് അവിടുത്തെ കുട്ടികൾക്ക്, ഞാൻ ഒരു ദിവസം കഴിക്കുന്ന ആഹാരം 2000 കാലറിയേ ഉള്ളൂ, അവിടുത്തെ പാലസ്തീനിലെ കുട്ടികൾക്ക് 3000 കാലറി ആഹാരം ഒരു ദിവസം എത്തിച്ചു കൊടുക്കാനായിട്ട് ഇവർ ശ്രമിക്കുകയും അങ്ങനത്തെ ട്രക്കുകൾ അയക്കുന്നുണ്ട് എന്ന് പറയുന്ന പച്ചക്കള്ളങ്ങൾ നിറഞ്ഞ വ്യാജം പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു ആദ്യോടന്തം നെതന്യാഹുവോട് നടത്തിയത്. അതിന് കൈയടിക്കാനായിട്ട് ഓരോ 2 മിനിറ്റ് 35 മിനിറ്റ് ആയിരുന്നു മൊത്തം പ്രസംഗം. പക്ഷെ തീർന്നത് 55 മിനിറ്റ് എടുത്തു. കാരണം ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കൈയടിക്കുക. ആ കൈയടിക്കാനുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് ടെല്ലവീവിൽ നിന്ന് പറന്നു വന്ന് അതിനെ കുറെ പേർ കൈയടിച്ചു. പക്ഷെ ഇവിടെ ബഹ്റിനിലിരിക്കുന്ന ഞാനല്ല സേവിയർ അവിടെ സെനറ്റിൽ വരാതിരുന്നത്. അതിന്റെ 50% അറ്റൻഡൻസ് ആയി കുറഞ്ഞത് അമേരിക്കൻസ് ആണ്. അവരെ നിങ്ങൾ ഒരിക്കലും എപ്പോഴും എതിരഭിപ്രായം പറയുന്നവരെ നിസാരവൽക്കരിച്ചിട്ട് കാര്യമില്ല. അതല്ല ജനാധിപത്യം. അത് ശരിയോ തെറ്റോ ആവട്ടെ, അതിനും കൂടി ചെവി കൊടുക്കണം. എന്താണ് നെതന്യാഹു പറഞ്ഞത്? എതിർക്കുന്നവരെല്ലാം ഇഡിയറ്റ്സ്. മാത്രമല്ല ഇറാന്റെ ഏജൻസീസ്. അങ്ങനെയല്ല പറയേണ്ടത്. എതിർക്കുന്നവരുടെ ഉള്ളിൽ പറയുന്നത് ന്യായമുണ്ടോ എന്ന് കേൾക്കാൻ ശ്രമിക്കുക. അവിടെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ആ ജനാധിപത്യം അമേരിക്കൻ ജനങ്ങൾക്കുണ്ട്. പക്ഷെ അതില്ല. എനിക്ക് അതിനകത്ത് ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒരു കാര്യം മാത്രം ആ പ്രസംഗത്തിന്റെ അവസാനം നെതന്യാഹു പറഞ്ഞു, ഐ അഗ്രി. അതായത് there is no room for political violence in a democratic country. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊരു സത്യമാണ്. ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഒരു പൊളിറ്റിക്കൽ വയലൻസിന് സാധ്യതയില്ല. പക്ഷെ ഇസ്രായേൽ ഒരു ഡെമോക്രാറ്റിക് കൺട്രി അല്ലല്ലോ, അതൊരു എത്നോക്രാറ്റിക് കൺട്രിയാണ്. അത് വംശീയതയുടെ അടിസ്ഥാനം നാഷണൽ ഹോം ഫോർ യൂസ് എന്നാണ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിരിക്കുന്നത്. ബേസിക് ലോ ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നാഷണൽ ഹോം ഫോർ യൂസ്. അതൊരു വംശീയ രാജ്യമാണ്. അതൊരു ഡെമോക്രാറ്റിക് കൺട്രി അല്ല. ഇറ്റ്സ് എൻ എത്നോക്രാറ്റിക് കൺട്രി. ഡെമോക്രാറ്റിക് കൺട്രിയുടെ കുറെ സ്വഭാവങ്ങളൊക്കെ അതിനുണ്ട്. പക്ഷെ എന്നാൽ ഒരു വംശീയ രാജ്യമാണ്. അതുകൊണ്ടാണ് അവിടെ നാഷണാലിറ്റിയും സിറ്റിസൺഷിപ്പും ഉണ്ടായിരിക്കുന്നത്. അവിടെ സിറ്റിസൺഷിപ്പ് ഉള്ളവർക്കെല്ലാം നാഷണാലിറ്റി ഉള്ളവരോ അവകാശങ്ങളില്ല. അവിടുത്തെ അറബ്സ് സിറ്റിസൺ ആണെങ്കിൽ അവർ നാഷണൽ അല്ല. നാഷണാലിറ്റി യഹൂദിന് മാത്രമേ ഉള്ളൂ. അവർക്കാണ് അവിടുത്തെ വിഭവങ്ങളും അവസരങ്ങളും വിരിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് രണ്ട് തട്ടിൽ മനുഷ്യൻ ജീവിക്കുന്ന രാജ്യം ഒരിക്കലും ഡെമോക്രാറ്റിക് അല്ല. ഇന്ത്യയിൽ നമ്മൾ ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, നമുക്ക് വ്യക്തിപരമായ ഒരു പരാമർശവും വേണ്ട. ഈ പറയുന്ന നമ്മുടെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ആ പരാമർശങ്ങൾക്കുള്ള മറുപടി വളരെ ചുരുക്കി. ഒരു മിസൈൽ കൊടുത്തൊരു രാജ്യത്തിനെ സഹായിക്കുമ്പോൾ നമ്മൾ മില്യൺസ് കൊടുക്കേണ്ടി വരും. ഭക്ഷണവും ചോറും ഡ്രസ്സും കൊടുത്ത് സഹായിക്കുമ്പോൾ നമ്മൾ മില്യൺസ് കൊടുക്കേണ്ടി വരില്ല. നമ്മൾ ആ ഭക്ഷണത്തിനുള്ള ചെലവ് കൊടുക്കേണ്ടി വരുള്ളൂ. അത് രണ്ടും കൂടി കമ്പയർ ചെയ്യുന്നത് വളരെ വിഡിതമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ UNRWA UNRWAയുടെ കാര്യം പറഞ്ഞു. ഈ UNRWAയിലുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു ഈ October 7 അറ്റാക്കിൽ. എന്താണ് UNRWA? ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഈ സയ്യിദ് മാർക്കസിനെ പോലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് എല്ലാം വഹിക്കുന്ന ഈ UNRWAയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു ഈ October 7 അറ്റാക്കിന്. എന്തുകൊണ്ട് സജീവ് മാർക്കോസ് ആ വാറിനെ ജസ്റ്റിഫൈ ചെയ്യുന്നു? October 7 സംബന്ധിച്ച് നടന്ന സംഭവത്തിനെ എന്തുകൊണ്ട് സജീവ് മാർക്കോസ് ജസ്റ്റിഫൈ ചെയ്യുന്നു? ഇസ്രായേൽ ഒരു വാറും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇസ്രായേൽ വാറുകൾ എൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഓരോ വാറിലും അവർ കൂടുതൽ ജിയോഗ്രഫി പിടിച്ചെടുത്തു, സത്യം. പക്ഷെ അവരൊരു വാറും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അവരവിടെ കൊണ്ട് വെച്ചത് അമേരിക്കയും ഇംഗ്ലണ്ടും കൂടിയാണ്. അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അതിനകത്ത് അന്നു തുടങ്ങിയേ ഉണ്ട്.
അപ്പൊ അമേരിക്കയുടെ നേതാക്കന്മാർ അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ ടേക്കൻ ചെയ്യണം. അല്ലാതെ കമല ഹാരിസിനെ പോലെയും ഋഷിത തലീബിനെ പോലെയും ജോ ബൈഡനെ പോലെയും വേറെ രാജ്യങ്ങളുടെ താല്പര്യങ്ങളല്ല അമേരിക്കൻ രാഷ്ട്രീയക്കാർ ടേക്ക് കെയർ ചെയ്യേണ്ടത്. അമേരിക്കയ്ക്ക് അവിടെ ഒരു പ്രസൻസ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഉണ്ടായത്. ജൂസിനോടുള്ള സ്നേഹം മാത്രമൊന്നുമല്ല. എന്തിനു വേണ്ടി അമേരിക്കയുടെ പ്രസൻസ്? ബിക്കോസ് സൂയസ് കനാൽ അടച്ചു കഴിഞ്ഞാൽ ഈ ഓയില് ബാക്കിയുള്ള രാജ്യങ്ങളോട് എത്താനായിട്ട് ഒത്തിരി സമയമെടുക്കും. അവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം. അപ്പോ നമ്മൾ ലെറ്റ് us ബി റിയലിസ്റ്റിക് അബൌട്ട് ദ ഹോൾ തിങ്. ഇസ്രായേൽ അവിടെ ഉണ്ടാവേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. ഇസ്രായേൽ അവിടെ ഉണ്ടാവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് സമരം നടത്തുന്ന ഇറാനോടും ഹിസ്ബുള്ളയോടും ഹമാസിനോടും സഹകരിക്കുന്ന അമേരിക്കൻ രാഷ്ട്രീയക്കാര് അമേരിക്കൻ പൊതു താല്പര്യത്തിനെതിരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന സജി മാർക്കോസിനെ പോലുള്ള ഒരു അമേരിക്കയുടെ പൊതു താല്പര്യം മനസ്സിലാക്കിയിട്ടല്ല സംസാരിക്കുന്നത്. അവർ സംസാരിക്കുന്നത് വേറെ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ്. അമേരിക്ക നശിച്ചു എന്ന് കേട്ടാൽ കൈയടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുമായിട്ട് അമേരിക്കൻ പോളിസി ഫോറിൻ പോളിസി ഞാൻ സംസാരിക്കുന്നതിൽ താല്പര്യമില്ല. ഞാൻ അമേരിക്കയെ നശിക്കുന്നതിനകത്ത് അമേരിക്ക നശിക്കരുതെന്നും അമേരിക്ക എന്നും നമ്പർ 1 രാജ്യമായിട്ട് ഇരിക്കണമെന്നും വിശ്വസിക്കുന്ന ഒരു അമേരിക്കൻ ഇമിഗ്രന്റ് സിറ്റിസൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പൊതു താല്പര്യം, അമേരിക്ക എന്നും ബെസ്റ്റും നമ്പർ 1 ഇരിക്കാൻ വേണ്ട അമേരിക്കയുടെ പൊതു താല്പര്യമാണ് എന്റെ പൊതു താല്പര്യം. അതിനിടയ്ക്ക് നമ്മൾ സ്ത്രീകൾ മരിച്ചു, കുട്ടികൾ മരിച്ചു എന്ന് പറയുമ്പോൾ വാർ ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? ഈ ഡിസ്കഷൻ തുടങ്ങി അന്ന് തുടങ്ങി നിങ്ങളോട് ഞാൻ ചോദിക്കുന്നതാണ്. വാർ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരോട് പറയൂ. അവരാണ് ഇപ്പോഴും നെഗോഷിയേറ്റ് ചെയ്യാൻ വില്ലിങ് അല്ലാത്തത്. കോരസന പോയിന്റ് പറഞ്ഞു, ഇപ്പോഴും നെഗോഷിയേറ്റ് ചെയ്യാൻ വില്ലിങ് അല്ലാത്തത് അവരാണ്. അപ്പോ കാര്യങ്ങൾ ആയിരിക്കുന്നത് പോലെ മനസ്സിലാക്കുക. അവരാണ് മോഡേൺ മനുഷ്യനെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അവരാണ് മുസ്ലിം ജനതയുടെ അഭ്യുന്നതിക്കും മുൻപോട്ടുള്ള വരവിനും തടസ്സമായിട്ട് നിൽക്കുന്നത്. അവരാണ് മുസ്ലിം സ്ത്രീകൾ വിദ്യാഭ്യാസം അഭ്യസിക്കുന്നതിൽ നിന്നും തടയുന്നത്. അഫ്ഗാനിസ്ഥാനിൽ 20-30 വർഷം മുമ്പ് കുട്ടികൾ, ഞാനിപ്പോ ഇപ്രാവശ്യം ഞാൻ ദോഹയിലേക്ക് പോയപ്പോൾ എന്റെ അടുത്തിരുന്ന അഫ്ഗാനി ലേഡി, മുസ്ലിം ലേഡി എന്നോട് പറഞ്ഞതാണ്, അവർക്ക് പഠിക്കാനും മിടുക്കരാവാനും ഡോക്ടറാവാനും എഞ്ചിനീയർ ആവാനും പറ്റുമായിരുന്ന രാജ്യത്ത് ഇന്ന് അവർക്ക് ഫ്രീഡം ഇല്ല. എന്തുകൊണ്ട്? ഹമാസിനെ പോലത്തെ വേറെ സംഭവമാണ് അവിടെ ഭരിക്കുന്നത്, താലിബാൻ. അപ്പോൾ ആരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്? എന്താണ് പാലസ്തീനു വേണ്ടത്? പാലസ്തീനു വേണ്ടത് മോഡേൺ വേ ഓഫ് ലൈഫ് ആണോ, അതോ സജി മാർക്കോസിനെ പോലുള്ള കുറെ മുതലക്കണ്ണീരാണോ? സജി മാർക്കോസ് വിടുവോ പാലസ്തീൻ പോലത്തെ ഒരു രാജ്യത്തേക്ക് സജി മാർക്കോസിന്റെ ഫാമിലിന് ജീവിക്കാനായിട്ട്? സജി മാർക്കോസ് വിടുന്നത് അവരുടെ ഫാമിലിക്ക്, ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം ഫ്രീഡം ഉള്ള രാജ്യത്തേക്ക് വിടുള്ളൂ. ഹമാസ് എന്താണ് ഉണ്ടാക്കാൻ നോക്കുന്നത്? ഹമാസ് ഉണ്ടാക്കാൻ നോക്കുന്നത് ഫ്രീഡം ഉള്ള ഒരു രാജ്യമാണോ? സ്ത്രീകൾക്ക് ഫ്രീഡം ഉള്ള ഒരു രാജ്യമാണോ? പിന്നെ ഞാൻ ആരോഗ്യത്തിന്റെ കാര്യം 2000 കാലറിയുടെയും 3000 കാലറിയുടെയും കാര്യം പറഞ്ഞു. ഞാൻ ഇത് കാണുമ്പോഴെല്ലാം വിചാരിക്കാറുണ്ട്, ഈ പാലസ്തീനിലെ ആൾക്കാർക്ക്, അല്ല ഈ ഹമാസിന്റെ ആൾക്കാർക്ക്, ഈ പാലസ്തീനിലെ ആൾക്കാർക്ക് നല്ല ആരോഗ്യമാണല്ലോ. സജി മാർക്കോസ് 2000 കാലറി കഴിച്ചാണ് കിടക്കുന്നതെങ്കിൽ അവർ 3000 കാലറി കഴിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് അത്ര അതിശയോക്തിയൊന്നും തോന്നുന്നില്ല. അവരെല്ലാവരും നല്ല ആരോഗ്യമുള്ള മനുഷ്യരാണ്. നമുക്ക് സമയപരിമിതിയുണ്ട്. മാത്രമല്ല നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമല്ല ശ്രീ വർഗീസ് കോരസൻ, നമുക്ക് ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ യുദ്ധത്തെ ന്യായീകരിച്ചും അതേപോലെ തന്നെ ഇറാനെ സമ്പൂർണ്ണമായി പിന്തള്ളിയുമുള്ള നെതന്യാഹുവിന്റെ ആ ഒരു പ്രസംഗം, ഈ ഒരു വരവ് അമേരിക്കയിലെ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഭാവം ഉണ്ടാക്കാൻ നെതന്യാഹുവിന് കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ കഴിയുമോ? ഇനി അടുത്ത ഇതിന് തുടർന്നുണ്ടാകുന്ന പ്രക്രിയകൾ എന്തൊക്കെയായിരിക്കും? കോരസൻ, അപ്പൊ ഒരു സെക്കൻഡ്, ഒരു കറക്ഷൻ, ഒറ്റ സെക്കൻഡ് എടുക്കത്തുള്ളൂ. ഒരു കറക്ഷൻ പറഞ്ഞോളൂ. സേവ്യർ പറഞ്ഞു ഉൺട്രയുടെ പ്രവർത്തകർ ഈ തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞു. മൊത്തം 50,000 ഉൺട്രയുടെ പ്രവർത്തകർ ഉള്ളതിൽ 12 പേർക്കെതിരെ ആരോപണം വന്നേ. അതിൽ 2 പേര് ഓൾറെഡി കൊല്ലപ്പെട്ടു, 10 പേരെ പിരിച്ചുവിട്ടു. ഈ ഇൻഫർമേഷൻ യുണൈറ്റഡ് നേഷൻസിന്റെ വെബ്സൈറ്റിലുണ്ട്. 50,000 പേര് ഉൺട്രയുടെ ടോട്ടൽ എംപ്ലോയീസ് ആണ്. പാലസ്തീനിൽ ഇൻവോൾവ് ആയിട്ടുള്ള 100 കണക്കിന് ആൾക്കാരിൽ 12 പേരാണ് ടെററിസം ഉണ്ടായിരുന്നത്. 50,000 പേര് ഉൺട്രയുടെ സ്റ്റാഫ് പാലസ്തീനിൽ മാത്രമല്ല ഇരിക്കുന്നത്. നിങ്ങൾ വളരെ തെറ്റിദ്ധാരണജനകമായിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് പോലെ തന്നെ, എനിക്ക് തോന്നുന്നു സജിക്ക് നാട്ടിൽ നിന്നുള്ള ട്രെയിനിങ് ആണ് എനിക്ക് തോന്നുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് പോലെ തന്നെ ആടിനെ പേപ്പറ്റിലാക്കുന്ന ആരോപണങ്ങളാണ് സജി പറയുന്നത് മുഴുവൻ. എന്തായാലും ഇത്തരം കാര്യങ്ങൾക്കുള്ള മറുപടി ഇത് കേട്ട് കഴിയുമ്പോൾ കമന്റ് രൂപത്തില് മിക്കവാറും വിൻസെന്റ് സേവറിന് കിട്ടും. അപ്പൊ അതൊക്കെ സ്വീകരിക്കാനായി തയ്യാറായിരിക്കും. നമുക്ക് വർഗീസ് കോരസനിലേക്ക് പോകണം. ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായി. ക്രിസ്റ്റീന, സത്യം പറയുമ്പോൾ നമ്മൾ കമന്റിനെ പറ്റി ഓർക്കരുത്, സത്യമേ പറയാവുള്ളൂ. അല്ല, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ര്യം ഉണ്ടല്ലോ. വിൻസെന്റ് പറയുന്ന പോലെ തന്നെ ഞാൻ ആരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പറ്റി പറഞ്ഞത്, ഞാൻ പറഞ്ഞത് കമന്റിലുള്ള ഭംഗി ഓർത്ത് വിൻസെന്റ് പറയാറില്ല. ശരി, ശ്രീ വർഗീസ് കോരസൻ. ക്രിസ്റ്റീന, ഞാൻ മറുപടി പറയാൻ ശ്രമിച്ചപ്പോഴാണ് ഈ വിഷയങ്ങൾ പിന്നെയും കയറി വന്നത്. എനിക്ക് പറ്റിയുള്ളത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ സന്ദർശനം, ഇത് 4ാമത്തെ അദ്ദേഹത്തിന്റെ സന്ദർശനമാണ്. ഇതൊരു ഇതുവരെയുള്ള ഒരു
സന്ദർശനം പോലെയല്ല ഇത്. വളരെയധികം റിപ്പർക്കഷൻസ് ഉണ്ടാക്കുന്ന ഒരു 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 സംസാരമായിരുന്നു എന്നാണ് എനിക്ക് പൊതുവെ വിലയിരുത്താനുള്ളത്. അല്ല, സജീവ് പറഞ്ഞതുപോലെ ഒരു കാര്യമുണ്ട്, പോവർട്ടി ഈസ് ഓൾവേസ് എ വെപ്പൺ. ജീവിതത്തിന്റെ ചരിത്രം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ പോവർട്ടി ഈസ് എ വെപ്പൺ. അത് ഈ യുദ്ധത്തിലും അല്ലാതെയും അമേരിക്ക എത്ര സമ്പുഷ്ടമായിട്ടുള്ള സമ്പന്നമായ ഒരു രാജ്യമാണെങ്കിലും ഇവിടെയും 14% പോവർട്ടി നിലനിൽക്കുന്ന ഒരു രാജ്യം. പോവർട്ടി ഈ എക്കോണമിയിലെ ഒരു ബാലൻസാണ്. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ എല്ലാ മോഡേൺ സൊസൈറ്റിയിലും പോവർട്ടി കീപ്പ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട്. കാരണം ചീപ്പ് ലേബറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പോവർട്ടി ഉള്ള ഒരു സംവിധാനമാണ്. പോവർട്ടി അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല. ഈ നമ്മുടെ ഒരു കാലഘട്ടം വളരെ പൂറായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമുക്ക് മുമ്പോട്ട് വരാനായിട്ട് സാധിക്കും. ഞാൻ പോവർട്ടിയെ ജസ്റ്റിഫൈ അല്ല പറയുന്നത്, പക്ഷേ പോവർട്ടി ഈസ് ഓൾസോ എ വെപ്പൺ. പക്ഷേ ഇസ്രയേല് നിലനിൽക്കേണ്ട ഒരു കാര്യം ഉണ്ട്, അതിന് വെപ്പൺ ആവശ്യമാണ്. ഒരു ചെറിയൊരു രാജ്യത്ത് നിന്ന് ചുറ്റും ശത്രുക്കളും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ആ ഒരു രാജ്യത്തിന് അവിടെ നിലനിൽക്കേണ്ടത് അമേരിക്കൻ ഇൻട്രസ്റ്റിന്റെ ഒരു കാര്യമാണ്. ഒരു വിധത്തിലും ഏത് പ്രസിഡന്റ് ഇവിടെ മാറി വന്നാലും ഇസ്രായേൽ നിലനിൽക്കേണ്ട ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കേണ്ട ഒരു സാമ്പത്തികമായിട്ടും ആയുധപരമായിട്ടും അതിന്റെ സേഫ്റ്റിക്കും കരുതലോടെ അമേരിക്ക പുറകോട്ട് നിൽക്കും, അതിന്റെ പുറകിൽ തന്നെ നിൽക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഇദ്ദേഹത്തിന്റെ ഈ വർഷത്തെ ഈ കോൺഗ്രസിലുള്ള പ്രസംഗം അമേരിക്കയിലെ ദൂരവ്യാപകമായ ചലനങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത്. ശരി, എന്തായാലും വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. എന്തായാലും നിങ്ങൾ 3 പാനലിസ്റ്റുകളുടെയും അഭിപ്രായം വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതുണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങൾക്കും ചാനൽ ഉത്തരവാദിയല്ല എന്നും കൂടെ പറഞ്ഞുകൊണ്ട് വളരെ നന്ദി ശ്രീ സജി മാർക്കോസ്, ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ ആൻഡ് ശ്രീ വർഗീസ് കോരസൻ. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.